നേതൃത്വത്തിൽ ഇന്നലെ ആരംഭിച്ച രാപ്പകൽ സമരത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ എല്ലാ പഞ്ചായത്ത് മേഖലകളിലും മുനിസിപ്പാലിറ്റി നഗരസഭാ മേഖലകളിലും ഈ നിലയ്ക്ക് രാപ്പകൽ സമരം സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം അതിന്റെ സമാപന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗവൺമെന്റ് എല്ലാ ഘടക പദ്ധതികളും പഞ്ചായത്തുകൾക്ക് ലഭിക്കേണ്ട എല്ലാ ഘടക പദ്ധതികൾക്കുമുള്ള പണം പ്രഖ്യാപിക്കുന്നതിനപ്പുറം ട്രഷറിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് കൊടുക്കാതിരിക്കുന്ന, പ്രഖ്യാപനത്തിനപ്പുറം അത് കൊടുക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ കേരളത്തിന്റെ പഞ്ചായത്ത് സംവിധാനങ്ങളെയും അതുപോലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സംവിധാനങ്ങളെയും ഈ സർക്കാർ മുട്ടിലിഴയ്ക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനൊരു പരിഹാരം കാണുവാനും ആ പരിഹാരം സമയബന്ധിതമായി പഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ട തുക വളരെ കൃത്യമായി കൊടുത്തുകൊണ്ട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതോടൊപ്പം ലൈഫിലടക്കം നിരവധി ആൾക്കാർ അവരുടെ സ്വപ്നമായ വീട് എന്ന് പറയുന്ന സങ്കല്പം മുന്നിൽ വെച്ചുകൊണ്ട് തറ പൊളിച്ചിടുകയും തറ കെട്ടുകയും ചെയ്തു കഴിഞ്ഞ് പണത്തിനായി പഞ്ചായത്തുകളിൽ കടന്നു ചെല്ലുമ്പോൾ പണം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ, അതേപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ അടക്കം സമയബന്ധിതമായി ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന, അർഹതപ്പെട്ടവർക്ക് ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ മേഖലകളിലും കെട്ടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ആഭ്യന്തര വകുപ്പടക്കം നമുക്കറിയാം. സാധാരണ മനുഷ്യർക്ക് നീതി ലഭിക്കാത്ത നിലയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നു പോകുന്നു. അതേപോലെ തന്നെ പുതിയ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പ്രഖ്യാപനങ്ങൾക്കപ്പുറം കേരളത്തിലെ പുതിയ വികസനങ്ങൾ കൊണ്ടുവരുവാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം, മുൻകാലങ്ങളിൽ അനുവദിച്ച വികസന പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് അപ്പുറത്തേക്ക് അവരുടേതായ പുതിയ സംഭാവനകൾ നമ്മുടെ കേരളത്തിന് നൽകാൻ കഴിയാത്ത നിലയിൽ കേരളം മുന്നോട്ട് പോകുന്നു. അതേപോലെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയാത്ത നില, ഇവിടെ സ്റ്റാർട്ടപ്പുകളും അതേപോലെ മൈക്രോ സ്മോൾ എന്റർപ്രണർ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ കടന്നു വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാത്ത നിലയിലേക്ക് ഇവിടുത്തെ സർക്കാർ മാറപ്പെടുമ്പോൾ ചെറുപ്പക്കാരായ ആൾക്കാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ നമ്മുടെ കേരളത്തിൽ ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. പലപ്പോഴും അവിടെ രാഷ്ട്രീയ അതിപ്രസരം മൂലം സ്റ്റാർട്ടപ്പുകളും അതുപോലെ തന്നെ പുതിയ പുതിയ സംരംഭങ്ങളും തുടങ്ങുമ്പോൾ അവിടെ അവർക്ക് സമയബന്ധിതമായി കൊടുക്കേണ്ട ലൈസൻസുകൾ കൊടുക്കാതെ അവരെ നെട്ടോട്ടം ഓടിക്കുന്ന ഒരു സമീപനമാണ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് രൂക്ഷമായ തൊഴിലില്ലായ്മ കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ വർദ്ധിപ്പിച്ച ടാക്സുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോ ബഡ്ജറ്റിന് മുമ്പ് നിരവധി മേഖലകൾ, പാർപ്പിടം, അതേപോലെ ഭൂമിയുടെ കാര്യത്തിൽ, അതേപോലെ എല്ലാ മേഖലകളിലും ടാക്സുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ടാക്സ് രാജായി നമ്മുടെ കേരളം മാറപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യന് സമ്പത്തില്ലാതെ, മനുഷ്യന്റെ കയ്യിൽ മിച്ചമൂല്യമില്ലാതെ പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുമ്പോൾ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ജനത പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റം ഇന്ന് രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ഇന്ത്യയിലെ 1ാം സ്ഥാനത്താണ് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ കേരളം എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കുവാനും അതിന് സമയോചിതമായി ഇടപെടുവാനും നമ്മുടെ സർക്കാരുകൾ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വിഷയങ്ങൾ, തൊഴിലില്ലായ്മ അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ അരക്ഷിതാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഈ രാപ്പകൽ സമരം സംഘടിപ്പിച്ചുകൊണ്ട് UDF-ന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ മേഖലകളിലും ഈ സമരം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ സമരത്തിന് ഇന്നലെ മുതൽ നിങ്ങൾ നൽകിയ എല്ലാവിധമായ പിന്തുണയ്ക്കും അഭിവാദ്യം അർപ്പിക്കുന്നതോടൊപ്പം ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിയിട്ടുള്ള DCCയുടെ ജനറൽ സെക്രട്ടറി ബിജിലി ജോസഫിനെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ്.